പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. ഇതാ ഇന്നു നിന്റെ ദയാധിക്യമല്ലോ ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും, ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭോ നന്ദിയോടെ പ്രകീർത്തിച്ചിടുന്നേൻ, നീയാണു നാഥൻ, ഞാൻ നിന്റെ സ്വന്തം. സദാ എൻ്റെ ഉള്ളിൽ പ്രശോഭിച്ചു വാഴൂ, വിളങ്ങട്ടെ ഞാനും നിൻ ജ്വാലയായി, വിളങ്ങട്ടെ ഞാനും നിൻ ജ്വാലയായി. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. എൻ്റെ പേര് പോൾ, കൂലിപ്പുരയ്ക്കൽ നിന്ന് വീട്ടുപേര്. ഞാൻ കപ്പുച്ചൻ സഭാംഗമാണ്. കോട്ടയം പ്രോവിൻസാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കേന്ദ്രം. ഇവിടെ ഞങ്ങൾ നിർമ്മലമാത കസ്റ്റഡി എന്നറിയപ്പെടുന്ന ആസാം മേഘാലയ മിഷൻ്റെ ഒരംഗമാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 22 വർഷം കഴിഞ്ഞു. ഇപ്പം ഞാനുള്ളത് ദിഫു ഡയസിസിലെ രൂപതയിലെ കർബി ആംഗ്ലോങ്, വെസ്റ്റ് കർബി ആംഗ്ലോങ്ങിലെ മൗജം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന ഗ്രാമം. മൗജം എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ഇത് വെസ്റ്റ് കർബി ആംഗ്ലോങ്ങിലെ ഒരു ഭാഗമാണെന്ന് കുറേ ആൾക്കാർ പറയുന്നു. ഇവിടെ താമസിക്കുന്നവർ പറയുന്നത് ഞങ്ങൾ മേഘാലയത്തിൻ്റെ ഭാഗമാണെന്ന്. മലമ്പ്രദേശമാണ്, ആസാമിന് ചേർന്ന ഒരു രീതികളൊന്നും അല്ല ഇവിടുത്തേത്. എന്നാലും ഇവിടെ ഇത് ശരിക്കും ആസാമിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെയുള്ളവരെല്ലാം സാധാരണ കൃഷിക്കാരാണ്. വിദ്യാഭ്യാസം കുറവുള്ളവരും ജോലിയില്ലാത്തവരൊക്കെയാണ്. അവരുടെ മുഴുവൻ കൃഷിക്കാരാണ്. കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നവരാണ്. ഇഞ്ചി കൃഷിയാണ് പ്രധാനമായിട്ട് അവരുടെ സാമ്പത്തികമായിട്ടുള്ള വരുമാനം. നെല്ല് അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലുള്ള മനുഷ്യരാണ്. ഞങ്ങളിങ്ങനെ കുർബാനയെ കഴിഞ്ഞ് രാവിലെ സാധാരണ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങാറുണ്ട്. ആരെങ്കിലും രോഗികളായിട്ടുള്ളവരെ കാണാനും, പിന്നെ അത്യാവശ്യം കൃഷിക്ക് പോകാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കണ്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വരാറുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ സിസ്റ്റേഴ്സൊക്കെ വരും. മിക്കവാറും ഞാൻ ഒറ്റയ്ക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. ഓയ് ലൈബ്രറി, ഹലോ. എവിടെയോ പുറത്ത് പോയിരിക്കുകയാണ്, ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. ഇതാണ് ഇവരുടെയൊക്കെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ചിലർക്കൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ സൗകര്യങ്ങളുള്ളവരും ഉണ്ട്. എന്നാലും ഇതൊക്കെയാണ് സാധാരണ മനുഷ്യൻ്റെ ഒരു ജീവിത രീതിയും അവരുടെ ഭവനങ്ങളുമൊക്കെ. ഇവർ സാധാരണ മരവും മണ്ണുമാണ് ഇവരുടെ, ഈ മരവും മണ്ണും മുളയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവരുടെ വീട് പണിക്കൊക്കെ. ഇപ്പം മുള കീറി അത് മെടഞ്ഞ് അതിൻ്റെ മുകളിൽ മണ്ണ് തേച്ച് അത് അങ്ങനെയാണ് ഭിത്തി ഉണ്ടാക്കുന്നത്. മരം അറക്കാനും നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ മരമൊക്കെ വെട്ടി അതൊരു പ്രത്യേക ഷേപ്പൊക്കെ ആക്കി അങ്ങനെ അങ്ങ് ഉണ്ടാക്കും. പിന്നെ മേയുന്നത് പുല്ലാണ്. അതിവിടെ കാട്ടിലിപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും വളരെ ബുദ്ധിമുട്ടി അവരൊരുപാട് ദൂരെ നിന്നൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് മേയും. ചിലപ്പോൾ 2 വർഷത്തിലൊരിക്കലൊക്കെ പുതുക്കാറുള്ളൂ. കാരണം അതിൻ്റെ ചിലവ് ഓർത്തിട്ട് വെട്ടിക്കൊണ്ടുവരുന്ന കഷ്ടപ്പാടും. ശരീരമെല്ലാം മുറിയും, കൈയൊക്കെ മുറിഞ്ഞ് ഇത് ബ്ലേഡ് പോലെ കൊണ്ട് മുറിഞ്ഞു കയറും. എന്നാലും അതുങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നു ജീവിക്കാനുള്ള ഒരു തത്രപ്പാടിൽ.
Hanepila Pencoid Ban Lumgane. പണ്ടൊക്കെ ഇവർക്ക് ഒരുപാട് ഇവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാട്ടുമൃഗങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് തീർത്തു. അപ്പോൾ കാട്ടുമൃഗങ്ങളിപ്പോൾ കുറവാണ്. നാട്ടുമൃഗങ്ങളെ ഭക്ഷിക്കാൻ അതിനെ വില മേടിച്ച് കഴിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടും അവരിങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വട്ടോൻ പോലെയുള്ള ഒരുതരം മീൻ അതിനെ കൂടെ വെച്ച് പിടിച്ചെടുക്കും. പിന്നെ ഇങ്ങനെ ഈയൽ ഇറങ്ങുന്ന സമയത്ത് അതിനെ പിടിക്കും. അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ പിടിച്ചെടുത്തൊക്കെയാണ് ഇവർ കൂടുതൽ അവരുടെ ഒരു ശരീരത്തിൻ്റെ പ്രോട്ടീൻ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ അവർ നിലനിർത്തുന്നത്. അങ്ങനെ ഒരുപാട് ഒരു സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിലുള്ള ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് പരിഗണനകളൊന്നുമില്ല. സഭയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി. അങ്ങനെ അവരെ പരമാവധി ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരെയും ഒക്കെ നമ്മൾ സമീപിക്കുന്നുണ്ട് പലപ്പോഴും, അവരുടെ നിന്നൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട്. ഇത് നല്ല രുചിയുള്ളൊരു ഭക്ഷണമാണ് കേട്ടോ. ഇതിനെ വെള്ളത്തിലിട്ട് ഇതിൻ്റെ ചിറക് കളഞ്ഞിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തൊരു ശകലം എണ്ണയൊക്കെ ചേർത്ത് ഇങ്ങനെ ഒരു മസാല ചട്നി പോലെ ആക്കിയാലേ നല്ല രുചികരമാണ് കഴിക്കാൻ. 1-2 പ്രാവശ്യമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ സാധനമല്ലേ, നമ്മളത് മേടിച്ച് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഒരുപാട് സമയമെടുക്കും, ഒരുപാട് കഷ്ടപ്പാട് ഇതിനെ പെറുക്കിയെടുക്കാൻ. ഇതാണ് ഞങ്ങളുടെ വില്ലേജ്. വർഷങ്ങളായിട്ട് ഇവരിവിടെ താമസിക്കുന്നവരാണ്. പാവപ്പെട്ട മനുഷ്യരാണ്, കൃഷിക്കാരാണ്. പിന്നെ കറണ്ട് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല ഇവിടെ. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഒരു 6-7 ഡിഗ്രി തണുപ്പ് വരുന്നുണ്ട് ഇവിടെ, മൈനസ് അല്ല. പിന്നെ അവരുടെ കഠിനാധ്വാനമാണ്. അതിൻ്റെയൊക്കെ ഈ മീനൊക്കെ പിടിക്കുന്ന കൂടുകളൊക്കെയാണ് നിങ്ങൾ പുറകെ കാണുന്നത്. ഇപ്പോൾ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് വാംകുളത്തൊക്കെ ചൂടുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി, കമ്പിളി വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ചിലരൊക്കെ അതില്ലാത്തതിൻ്റെ പേരിൽ അവരൊക്കെ തീ കാഞ്ഞ് അങ്ങനെ ശരീരം ചൂടാക്കി അങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ വിറക് കത്തിച്ച് ചൂട് കാഞ്ഞ് ആ തീ കിടുമ്പോൾ അവർ പോയി കിടന്നുറങ്ങുന്നു. അപ്പോൾ അങ്ങനെയാണ് അവരൊരുമിച്ച് അങ്ങനെ കിടക്കുന്നു. അവരങ്ങനെ പരസ്പരം ചൂട് നൽകി, പ്രഭാഷകൻ പറയുന്ന പോലെ 2 പേര് ഒരുമിച്ച് കിടക്കുമ്പം അവർക്ക് ചൂട് കിട്ടുന്നു എന്ന് പറയുന്ന പോലെ അവരിങ്ങനെ ആ ഒരു ശരിക്കുള്ള അവരതിൻ്റെ രീതിയിൽ അങ്ങനെ പോകുന്നു. സൂര്യോദയം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. അത് രാവിലെ സൂര്യൻ ഉദിക്കും. കുറേ പേരൊക്കെ പണിക്ക് പോകും, ചിലരൊക്കെ ഇങ്ങനെ തീയൊക്കെ കാഞ്ഞിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിനകത്ത് കയറി അവരുടെ തീ കായുന്നതൊക്കെ കൂടി അവരുടെ കൂടെ തീ കാഞ്ഞൊക്കെ ഇരിക്കാം അല്പനേരം. അവർക്ക് വേണ്ടി അല്പനേരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്നാൽ നമുക്ക് വീട്ടിലേക്ക് കയറാം. ഇതാണ് അവരുടെ വീടിൻ്റെ ഉൾവശം. കുഞ്ഞു വീടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു ടോയ്ലറ്റിൻ്റെ വലിപ്പം, ചില വീടുകളുടെയൊക്കെ ഒരു ടോയ്ലറ്റിൻ്റെ വലിപ്പം പോലും ഇല്ല ഒരു വീട് മൊത്തം. എന്നാലും അവർക്ക് സന്തോഷമാണ്. ഒരുപാട് കുഞ്ഞുങ്ങളും, ഈ വീട്ടിൽ 4 കുഞ്ഞുങ്ങളുണ്ട്. ഒരുപാട് സന്തോഷമുള്ള കുഞ്ഞുങ്ങൾ. അവർക്കൊന്നും ഒരു സങ്കടമൊന്നും പറയാനൊന്നുമില്ല. ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഉള്ളതിൻ്റെ വീതം അവർ തരാനും തയ്യാറാണ്. ഒന്നുമില്ലേ, കുറച്ച് പാത്രങ്ങളും വളരെ കുറച്ച് സാധനങ്ങളും കൊണ്ട് വളരെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നവർ. പണ്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞതുപോലെയുള്ളൊരു ജീവിതം, ഒന്നുമില്ലാത്തൊരു ജീവിതം, എന്നാലും ഭയങ്കര സന്തോഷം, എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് ഞാനും ജീവിക്കുന്നത്. അപ്പം ഞാനിവരെ കമ്പയർ ചെയ്യുമ്പം എനിക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്, ഒത്തിരി സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇവർ വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കുന്നു, ഒരുപാട് സംതൃപ്തിയോടെ സഹായിക്കുന്നു. പലപ്പോഴും പള്ളിയിലൊക്കെ വരുമ്പം കുഞ്ഞുങ്ങളാണെങ്കിലും 10 രൂപ നേർച്ചയിടും. മിനിമം 10 രൂപ നേർച്ചയിടുന്നവരാണ് എല്ലാവരും. അപ്പം അങ്ങനെയുള്ളൊരു സന്തോഷകരമായൊരു ജീവിതത്തിലാണ് ഇവരെല്ലാവരും കടന്നു പോകുന്നത്.
പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു സമ്പത്തുള്ളവർക്കാണ്, നല്ല ജോലിയൊക്കെ ഉള്ളവർ, ഒരുപാട് സമ്പത്തുള്ളവർ, എന്നാലും ഒരു കുഞ്ഞല്ലെങ്കിൽ 2 എണ്ണം മതി, ഒരാണും ഒരു പെണ്ണും മാത്രം മതി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പം ഇവർക്ക് കിട്ടുന്ന ഉള്ള ദാരിദ്ര്യത്തിലാണെങ്കിലും ദൈവം തരുന്നതിനെ ദാനമായിട്ട് സ്വീകരിച്ച് സന്തോഷത്തോടെ കൈനീട്ട് സ്വീകരിക്കുന്നവർ, നല്ല സ്നേഹത്തോടെ ജീവിക്കുന്നവർ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഈ കുടുംബനാഥൻ്റെ വീട്ടിൽ അവർ 12 മക്കളുണ്ട്. അവരെല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, എന്നാലും അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യരാണ്. ഒരുപാട് ജീവിതത്തിൽ മറ്റുള്ളവരെ ശരിക്കും നമ്മളൊക്കെ എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലങ്ങളാണ് ഇവരുടെ സന്തോഷം, ഇവരുടെ ആനന്ദമൊക്കെ. കഷ്ടപ്പാടുണ്ട്. മരുന്ന് മേടിക്കണമെങ്കിൽ അവരൊരു 12 കിലോമീറ്റർ നടന്നു പോകണം, അല്ലെങ്കിൽ വല്ലപ്പോഴും പിക്കപ്പ് വന്നാൽ അതിൻ്റെ പുറകിൽ കയറിയിരുന്ന് പോകണം. അതൊരു 150 രൂപ അവർ വണ്ടിക്കൂലി കൊടുക്കണം. അതില്ലാത്തതുകൊണ്ട് പലരും നടന്നു പോവുകയാണ് ഈ കുഞ്ഞുങ്ങളെയും തൂക്കി. ആ പോകുന്ന വഴിക്ക് അവർ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വലിയ പിള്ളേർക്കുള്ള ബിസ്ക്കറ്റോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ തിരിച്ചു വരുന്നവരാണ് ഇവർ പലരും. ഒരുപാട് സന്തോഷവും ആനന്ദമൊക്കെ അനുഭവിക്കുന്നു സങ്കടങ്ങളുടെ ഇടയ്ക്കും. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു, എന്താണ് ലിയോ ചോദിച്ചു, എന്താണ് യഥാർത്ഥ സന്തോഷം? നമ്മൾ ആശ്രമത്തിൽ തിരിച്ചു ചെല്ലുമ്പം നമ്മളെല്ലാവരും തിരസ്കരിക്കുവാണെങ്കിൽ, നമ്മളെ തല്ലി ഓടിക്കുവാണെങ്കിൽ, നമ്മൾ കള്ളന്മാരാണെന്ന് പറയുവാണെങ്കിൽ അതാണ് സന്തോഷം എന്ന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതൊരു ശരിക്കും പറഞ്ഞാലൊരു സന്തോഷമാണ്. ഒരു സന്യാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇവരുടെയൊക്കെ ജീവിതം. ഒരു ശരിക്കും ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ. ഇന്നിപ്പോൾ അവർ ഞായറാഴ്ചകളിലൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനൊക്കെ ഒരുങ്ങുന്നവർ, കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് അവരെല്ലാവരും പള്ളിയിൽ വരാൻ പരിശ്രമിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർ പോലും ആ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് പള്ളിയിൽ വരാനൊക്കെ പരിശ്രമിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ദൈവത്തെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ഒരുപാട് ആത്മാർത്ഥത, ഒരുപാട് സ്നേഹമൊക്കെ കാണിക്കുന്ന മനുഷ്യർ. ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. Berkun, berbensim berkun. Amen. Oh, amen. Amen. നല്ല മീൻ ഇവിടുന്ന് പാടത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഈ കുടുംബനാഥൻ ഇന്നലെ രാത്രി മുഴുവൻ പോയി കഷ്ടപ്പെട്ട് ഇതുപോലെ ഈ കൂട വെച്ച് പിടിച്ചെടുത്തതാണ്. എന്നിട്ട് ഏതാണ്ട് ഒരു 3/4 കിലോ, 1 കിലോയുടെ അടുത്തുണ്ട് എനിക്ക് കൊണ്ടു തന്നത്. ഒരു 1.5-2 കിലോ കിട്ടി കാണുമായിരിക്കും. പകുതിയിലേറെ എനിക്ക് തന്നിരിക്കുവാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ഉള്ളിടത്തുനിന്ന് പോലും ഇത്രയും കൊടുക്കാൻ പറ്റാത്തപ്പോൾ ഇവർ ഇല്ലാത്തടത്തു നിന്ന് അവർ കൊണ്ടും തരുവാണ്. പണ്ട് മദർ തെരേസയുടെ ഒരു കഥ പറഞ്ഞ് ഓർക്കുന്നു. മദർ തെരേസ ഒരു ചേട്ടത്തിക്ക് കൊണ്ടുപോയി അരി കൊടുത്തപ്പോൾ അവരതിൻ്റെ പകുതി എടുത്ത് അയൽവക്കത്തെ വീട്ടിൽ കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഇത് ഇവരെക്കാളും കൂടുതൽ എനിക്കുണ്ട്. എന്നാലും അവർ പിന്നെ എനിക്ക് കൊണ്ട് തരുവാണ്. എന്നെ കൂടുതൽ ദരിദ്രനാക്കുവാണ് അവർ. അവരുടെ ആ സ്നേഹം, അത് അവരുടെ ആത്മാർത്ഥതയും അവരുടെ കഠിനാധ്വാനവും അവരുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രകൃതിയായിട്ട് ഒരുപാട് ഇണങ്ങി ജീവിക്കുന്നൊരു മനുഷ്യരാണ് ഇവിടെയുള്ളവർ. പ്രകൃതി അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൃഗങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നു. ഇവിടെ ഒരു സ്ഥലത്ത് പട്ടി പറ്റി കിടക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഈ അടുത്തുള്ള വീട്ടിലെ ആൾക്കാരുടെ കുഞ്ഞുങ്ങൾ പോലും വന്നെടുക്കുന്നു. ആ വലിയ പട്ടിക്ക് ഒരു പ്രശ്നമില്ല. നമ്മുടെയൊക്കെ അവിടെയാണെങ്കിൽ വേറൊരാളുടെ കുഞ്ഞുങ്ങളോ വലിയവരോ കയറി കഴിഞ്ഞാൽ പട്ടി എന്തൊരു ബഹളമായിരിക്കും. പക്ഷേ ഈ പട്ടിക്ക് പോലും മറ്റുള്ളവരോട് സ്നേഹവും അവരോടും അതുപോലെ പരസ്പരം മൃഗങ്ങളൊക്കെ ആണെങ്കിലും കോഴിയും ആടും പട്ടിയും പൂച്ചയും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യർ. ഇവർ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അയൽവക്കക്കാർക്ക് തങ്ങളിൽ ഒരു സ്പർദ്ധയോ അസ്വസ്ഥതകളോ ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു ജീവിതം, വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിക്കുന്ന കുറേ മനുഷ്യർ. കുഞ്ഞുങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. അവർ പരസ്പരം സ്നേഹിക്കുന്നു, അവർ പരസ്പരം ആശ്രയിക്കുന്നു, പരസ്പരം സഹായിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതം നമുക്കൊരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്. നമ്മൾ വലിയ മതിലൊക്കെ കെട്ടി ഗേറ്റ് വെച്ച് ആ ഗേറ്റ് തുറന്ന് അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം.
ഗേറ്റ് എന്താ അബദ്ധത്തിലെങ്ങാനും തുറന്നു പോയാൽ, അനുവാദമില്ലാതെ തുറന്നു പോയാൽ വഴക്ക് പറയുന്നവർ, ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നിട്ടും ഗേറ്റൊക്കെ അതിലൊക്കെ ഇടിഞ്ഞു പോയിട്ടും പിന്നെയും പുതുക്കി പണിത് നമ്മളതിനകത്ത് തന്നെ അടഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ഗേറ്റും ഇല്ല, മതിലും ഇല്ല, ഒന്നുമില്ലാതെ അവർ വളരെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ, ശരിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ നമ്മളും വിട്ടുകൊടുക്കാൻ തയ്യാറാകണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഒരു 50 കൊല്ലം പുറകിലേക്ക് നമ്മൾ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്ര കുറവാണെന്നുള്ള, പരിമിതമാണെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് അവരുടെ ബാത്റൂമുകൾ, ടോയ്ലറ്റുകളൊക്കെ. ഇപ്പോൾ കേരളത്തിലൊക്കെ റിസോർട്ടുകളൊക്കെ പണിത് അവിടെ ഇങ്ങനെ ഓല മേഞ്ഞ് അല്ലെ പുല്ലും കൊണ്ട് വീടൊക്കെ ഉണ്ടാക്കി മണ്ണൊക്കെ തേച്ച് പിടിപ്പിച്ച് അതിനൊരു പ്രത്യേക പേരുകളൊക്കെ ഇട്ടിട്ട് അതൊക്കെ കാണാനായിട്ട് നമ്മളിൽ എത്രയോ പേരാണ് പോകുന്നത്. ഇവിടെ അതൊന്നും മുടക്കണ്ട. ഇവിടെ നേരിട്ട് വന്നാൽ അങ്ങനെയുള്ള വീടുകൾ കാണാം. അങ്ങനെയുള്ള വീടുകളാണ് ഇവിടെ കൂടുതലും. അപ്പം അങ്ങനെയുള്ള വീട്ടുകാരാണ് ഇവിടെ കൂടുതൽ. എവിടെ നോക്കിയാലും അങ്ങനെയുള്ള വീട്ടുകാരാണ്. അവർ പരസ്പരം മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നു, അവർ പരസ്പരം സ്നേഹിക്കുന്നു, ജീവിക്കുന്നു. എന്താണേലും ഇവരിലേക്ക് കൂടുതൽ ആനന്ദം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞാടെ കുഞ്ഞാടെ നമുക്ക് പോണോ? പൊക്കോ. ഞങ്ങൾ സന്യാസികൾ വ്രതമെടുത്തു. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം. ദാരിദ്ര്യം ഒരു വ്രതമായിട്ടെടുത്തതാണ്. അസീസിയിൽ വെച്ചിട്ട് ഫ്രാൻസിസ് പറഞ്ഞു, നിങ്ങളെ സമൂഹത്തിലുള്ളവരെക്കാളും ദരിദ്രരായിരിക്കണം എന്ന് പറഞ്ഞു. സ്വന്തമായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നാലും ഇപ്പോൾ ചുറ്റുപാടൊക്കെ നോക്കുമ്പം ഇവരെക്കാളും എല്ലാം ചുറ്റുപാടുകൾ എല്ലാ സന്യാസികൾക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ ഇവരെക്കാളും എല്ലാം മെച്ചമാണ്. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്കുള്ളതിനേക്കാളും വസ്ത്രങ്ങളും പാത്രങ്ങളും സാധന സാമഗ്രികളെല്ലാം എനിക്കുണ്ട്. ഇവർ ഒരു വ്രതമൊന്നും എടുക്കാതെ ഇങ്ങനെ ശരിക്കും ദാരിദ്ര്യത്തിലാണ്, പക്ഷെ ഭയങ്കര സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ തരണമെന്ന് അവരുടെ ആഗ്രഹം. അച്ഛാ എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ലല്ലോ എന്ന് അവർ പറയുന്നത്. അതൊന്നും പറഞ്ഞില്ലല്ലോ നേരത്തെ. പറഞ്ഞായിരുന്നെങ്കിൽ എന്തെങ്കിലും പറമ്പിൽ പോയി ഒരു മത്തങ്ങയെങ്കിലും പറിച്ചുകൊണ്ട് തരാമായിരുന്നല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുന്നത്, സന്തോഷത്തിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ. അപ്പോൾ അവരെ ഇപ്പോൾ രാവിലെ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ അവരെ ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുർബാനയ്ക്ക് കാരണം, ഇപ്പോൾ കുർബാനയ്ക്ക് ഒരുക്കണം. അപ്പം നമുക്കും അതൊക്കെ കുർബാന സ്ഥലത്തേക്ക് നീങ്ങാം. അവരുടെ സന്തോഷത്തിലും അവരുടെ സന്താപത്തിലും എല്ലാം അവർ ആശ്രയിക്കുന്ന ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ പരിശ്രമിക്കാം. Mato Maria
Malukun pada mensia bakoi hiap api berkan sahabat pinjunam Amal dicasikan bakoi sajon Joyce yangi Berkei baru away Amal dicasikan bakoi sajon Joyce yangi Berkei baru away അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ സെമിത്തേരി ആരംഭിച്ചതാണ്. ഒരുപാട് വിശ്വാസം എന്നുള്ള കാലത്തൊന്നുമല്ല. അന്ന് ഇറ്റാലിയൻ ഫാദേഴ്സൊക്കെ വന്നിരുന്ന കാലത്ത്, സലേഷ്യൻ ഫാദേഴ്സ് ഉണ്ടായിരുന്ന കാലത്ത് നോക്കണ്ടെങ്കിൽ നിന്നൊക്കെ വന്ന് ഇവിടെയുള്ളവരെയൊക്കെ മാമോദിസ മുക്കി അവർ മാമോദിസയൊക്കെ സ്വീകരിച്ചു. വിശ്വാസത്തിലേക്ക് വളരാനായിട്ട് പിന്നീട് വന്ന വൈദികരോ അങ്ങനെയുള്ളവർക്കൊക്കെ അതിനുള്ളൊരു ട്രെയിനിങ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഇവരെ പിന്നീട് കാണാനും അവരെ സന്ദർശിക്കാനും ഒക്കെ ഉള്ളൊരു സമയം കിട്ടാതെ വന്നിട്ടുണ്ട്. വർഷത്തിലൊരു 3-4 പ്രാവശ്യമൊക്കെ അല്ലെ 2 പ്രാവശ്യമൊക്കെ ചിലപ്പോഴൊക്കെ വരാറുള്ളൂ. ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷം കൂടുതൽ സമയം വരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ അവർക്ക് തന്നെ ഭയങ്കര താല്പര്യമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പം മരിച്ചവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി തിരുക്കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ. ഇന്ന് അവർ നല്ല ഭംഗിയായിട്ട് സെമിത്തേരിയൊക്കെ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ചു. അപ്പോൾ അവസാനം ഞങ്ങൾ പള്ളിയിൽ കുർബാന വെച്ചത് സെമിത്തേരിയിലേക്ക് മാറ്റി. അവരുടെ ഒരു എന്താ പറയുക, സന്തോഷം എന്നല്ല, അവർക്ക് സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു ആനന്ദം അവരുടെ ഉള്ളിലും വന്ന് നിറയാനായിട്ടുള്ളൊരു താല്പര്യം, അതൊക്കെയാണ് ഇവരെ സെമിത്തേരിയിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം. ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഭയമുണ്ട്, എന്നാലും അവർ വരും. ഈ സെമിത്തേരി എന്ന് പറയുമ്പോൾ ഒരു ഭയത്തിൻ്റെ ഒരു ഭാഗം അതിനകത്തുണ്ട് അവർക്ക്. കാരണം അവർ മരിച്ചതിന് ശേഷം ഈ ആൾക്കാർ പ്രേതമായിട്ടൊക്കെ വരുമെന്നൊക്കെ ഒരു വിശ്വാസമൊക്കെ ഉള്ളവരായിരുന്നു അവരുടെ പഴയ പുരാതന മാതാപിതാക്കളൊക്കെ. ഇപ്പം അവരതിനൊരു ബദൽ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മരിക്കുന്ന സമയത്തൊക്കെ അവർ പൈസ പെട്ടിക്കത്തിലും പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ബോക്സിലിട്ട് അടയ്ക്കുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരുന്നു. അവരുടെ ഒരു വിശ്വാസം അതിൽ ആഴപ്പെട്ട് വരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണത്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ 4 പേരാണ് ഉള്ളത്. ബ്രദർ എൻ്റെ കൂടെ ഉണ്ട്, സിസ്റ്റേഴ്സ് 2 പേരുണ്ട്. സിസ്റ്റേഴ്സ് 2 പേര് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന് പറയുന്ന ഒരു കോൺഗ്രിഗേഷനിലെ അംഗങ്ങളാണ്. എറണാകുളത്താണ് അവരുടെ പ്രൊവിൻഷ്യൽ ഹൗസ് ഉള്ളത്. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. ബ്രദർ മേഘാലയക്കാരനാണ്. ഇപ്പം ബ്രദർ ഇവർ 3 പേരാണ് എൻ്റെ കൂടെ സഹായിക്കാനായിട്ട് ഇവിടെ മിഷനിലുള്ളത്. അപ്പോൾ അവരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. 2002 റീജൻസിയുടെ സമയമായപ്പോൾ ഞങ്ങൾക്കറിയാം നിർമ്മല മിഷനിലേക്ക്, അന്ന് ഇത് ആസാം മേഘാലയ മിഷനാണ്. അപ്പോൾ ആസാം മേഘാലയ മിഷനിലേക്ക് 2 പേരെ വിടുന്നുണ്ടെന്ന് എല്ലാ ബാച്ചിൽ നിന്നും വിടുന്നുണ്ടായിരുന്നു. അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛനായ തോമസ് ജേക്കബ് തേക്കംകാട്ടിലച്ഛൻ. അച്ഛനെ അടുത്ത നാളിലാണ് ഞങ്ങളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയത്. അച്ഛൻ ഞങ്ങളെ വിടുന്നത് കേട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. കാരണം സെമിനാരിൽ ചേർന്ന കാലത്ത് ഒരു മിഷണറി ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നത്തെ റെക്ടർ പറഞ്ഞ് പിന്നീട് സമയം കിട്ടുമ്പോൾ സമയമാകും അതിനിപ്പോൾ അന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട വിക്ടർ അച്ഛൻ, അദ്ദേഹം ഒരു നല്ല ഓർമ്മയായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ഇന്ന് നിൽക്കുന്നു. അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാണ് മിഷനിലേക്ക് പോകണമെന്നുള്ളത്. അപ്പം റീജൻസി കാലത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു മിഷനിലേക്ക് വരാൻ. അങ്ങനെ എൻ്റെ പേരും വന്നു. ഇവിടെ വന്നു.
അതിനിടയ്ക്ക് ഒരു ബ്രദറാകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു പിന്നീടല്ല പഠനങ്ങൾ ആരംഭിച്ചത് ഫിലോസഫി കാലത്ത്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറി. കാരണം ഇവിടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഒരുപാട് മേഖലകൾ ആവശ്യമുണ്ടെന്ന്, ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ടെന്നുള്ള അറിഞ്ഞപ്പോൾ ആ ഒരു ശുശ്രൂഷയിലേക്ക് തന്നെ സന്യാസത്തിൽ നിന്നുകൊണ്ട് തന്നെ പൗരോഹിത്യ ശുശ്രൂഷ തുടരാനായിട്ടുള്ളൊരു ആഗ്രഹം. അങ്ങനെ ഇവിടെ റീജൻസി കഴിഞ്ഞ് തിയോളജി ഷില്ലോങ്ങിൽ, സേക്രഡ് ഹാർട്ട് കോളേജ് ഷില്ലോങ്ങിൽ തിയോളജി പഠിച്ചു. തിയോളജി കാലത്ത് ഞങ്ങൾ ഞായറാഴ്ചകളിൽ ശുശ്രൂഷയ്ക്കായിട്ട് വില്ലേജുകളിൽ പോകുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ ഇവരുടെ ഭാഷയായ ഖാസി, ഈ മേഘാലയത്തിലെ ഒരു ഭാഷയാണ് ഖാസി പഠിക്കാനായിട്ട് പരിശ്രമിച്ചു. കുറേയൊക്കെ കിട്ടി. തിയോളജി കാലത്തായിരുന്നുകൊണ്ട് അന്ന് ശുശ്രൂഷിക്കാനായിട്ട് കുറേ വില്ലേജുകളൊക്കെ ഞങ്ങൾക്ക് തന്നായിരുന്നു ഞായറാഴ്ചകളിൽ. അപ്പോൾ ആ ശുശ്രൂഷകളിലൊക്കെ ഭാഷയൊക്കെ കുറച്ച് പഠിക്കാനും ആൾക്കാരെയൊക്കെ കുറേ പഠിക്കാനൊക്കെ പറ്റി. അതിനുശേഷം പട്ടത്തിന് ശേഷം ഞാൻ ഇവിടെ തന്നെ തുടർന്നു. ഇപ്പം 17 കൊല്ലം കഴിഞ്ഞു അച്ഛനായിട്ട്. ഇപ്പോൾ ഈ മിഷനിൽ ശരിക്കും ഇവിടെ ഒരു നല്ല സംതൃപ്തി തരുന്നൊരു മിഷനാണ്. യാത്രാ ബുദ്ധിമുട്ടുണ്ട്, കറണ്ടില്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, താമസ സൗകര്യങ്ങൾ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം, ഒരു പ്രത്യേക സന്തോഷമാണ്, ഒരു പ്രത്യേക ആനന്ദമാണ് നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്ത് വരുമ്പം, ഈ പ്രദേശത്തേക്ക് വരുമ്പം. ആൾക്കാർക്കും നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് അവർക്കും ഒരു സന്തോഷമാണ്. അച്ഛനിവിടെ ഇല്ലാതെ 2 ദിവസം ഇല്ലെങ്കിൽ ഒരു വിഷമം പോലെയൊക്കെ അവരിങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പം വൈദികരെ അവരുടെ ഇടയ്ക്ക് ഉണ്ടാകുന്നത് അവർക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിലൂടെ അവർ ഒരുപാട് സംതൃപ്തിയും ഒരുപാട് അനുഗ്രഹങ്ങളും സ്വീകരിക്കുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ മിഷനിലായിരിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഇവർക്ക് ശുശ്രൂഷകൾ ആവശ്യമുണ്ട്, ഇവർക്ക് ആളെ ആവശ്യമുണ്ട്, ഇവർക്ക് കൂതാശകൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ നാടിന് ഇലക്ട്രിസിറ്റി വേണം. ഇത് മേഘാലയ ആസാം അതിർത്തി പ്രദേശത്തിൻ്റെ തർക്കമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താ പറയുക, ഈ അത്യാവശ്യ സൗകര്യങ്ങൾ പോലും കുറവാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സർക്കാരുകളെ സമീപിക്കണം, 2 സർക്കാരുകളെയും സമീപിക്കണം. ആരാ തരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതിന് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ കാണണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ്. പിന്നെ ചെറിയൊരു സ്കൂളുണ്ട്, 7ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തണം. ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ വരുന്നു, അതെല്ലാം പൂർത്തിയാക്കണം. അങ്ങനെ ഒരുപാട് കടമകൾ ഇവിടെ തീർക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പരിശ്രമിക്കുന്നു. ഇനിയും ധാരാളം മിഷണറിമാരെ ആവശ്യമുണ്ട് നമുക്ക്. ഒരുപാട് പേര് വരുന്നു പോകുന്നു, താമസിച്ച് ഭാഷ പഠിച്ച് ഇവരുടെ കൂടെ സമയം ചെലവഴിച്ച് ഇവരെ കൂടുതൽ ഉയർത്താനും നല്ല മനസ്സുള്ള അല്ലെങ്കിൽ നല്ല ആത്മാർത്ഥതയുള്ള ഒരുപാട് മിഷണറിമാരെ നമുക്ക് ആവശ്യമുണ്ട്. അതിപ്പോൾ വൈദികരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, സന്യാസികളാകണമെന്നില്ല. അൽമായനാണെങ്കിൽ പോലും സമർപ്പിക്കാൻ തയ്യാറുള്ളവർക്ക് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കൊക്കെ വന്ന് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ നേഴ്സിംഗ് ഫീൽഡിലോ മെഡിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ സ്കൂളിൽ 300-നടുത്ത് പിള്ളേരുണ്ട്. അതിൻ്റെ ഇരട്ടി പിള്ളേർ സ്കൂളിൽ പോകാതെ നടക്കുന്നവരുണ്ട്. സാമ്പത്തികമാണെന്ന് പറയുന്നത്, എന്നാൽ പോലും സാമ്പത്തികത്തെക്കാളും കൂടുതലും അവർക്കൊരു താല്പര്യക്കുറവാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ട് വിളിച്ച് കൊണ്ടുവന്ന് പഠിപ്പിക്കാനും അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നല്ല മിഷണറിമാർ നമുക്ക് കൂടുതലുണ്ടാകാനും പിന്നെ മിഷൻ വളരെ ശക്തമായിട്ട് ഈശോയുടെ നാമം മഹത്വപ്പെടുത്തുന്ന ഒരു സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് ഈശോയുടെ നാമം മഹത്വപ്പെടുത്താൻ അനേകം നല്ല മിഷണറിമാരുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ ഓർക്കുന്നു. ഞങ്ങളുടെ മിഷന് വേണ്ടിയും ഞങ്ങൾക്ക് 4 പേർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.